ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, തായ്ലാന്റിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹങ്ങർ 2023 റിലീസ് ചെയ്ത ഈ മൂവി ലോക സിനിമകളിൽ ആ വർഷം ശ്രദ്ധിക്കപ്പെട്ടൊരു ചിത്രമാണ്. ഒരു പാചകം മോഡിൽ അവതരിപ്പിച്ച ഈ ചിത്രത്തിന് നമുക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു ജീവിത ഉപദേശമുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് ഈ മൂവി പോവുക. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ കിച്ചൺ. അവിടെ എല്ലാവരും ധൃതിപ്പെട്ട് സാധനങ്ങൾ അടുക്കി ഒതുക്കി വെക്കുന്നു. ആർക്കോ വേണ്ടി ആ ഷെഫുമാര് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഡോറ് തുറന്ന് ഗൗരവക്കാരനായ ഒരു മൂത്ത ഷെഫ് വരും. അങ്ങേരാണ് ഇവരുടെ എല്ലാം ക്യാപ്റ്റൻ. പുള്ളിക്കാരന് എല്ലാത്തിലും പെർഫെക്ഷൻ വേണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഫാണ്. ഇപ്പൊ ആ ഷെഫ് ഏതോ വലിയൊരു പണക്കാരൻ കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്തു കൊടുക്കുന്നു. അവരുടെ വീട്ടിലെ ഫംഗ്ഷൻ ലോബ്സ്റ്റർ ആണ് പാചകം ചെയ്യുന്നത്. അതിനൊപ്പം കുറച്ച് മീൻമുട്ടയുണ്ട്. കവിയാർ എന്നാണ് അതിനെ പറയുക. എക്സ്പെൻസീവ് ആണ് ആ സാധനം. ഉണ്ടാക്കിയതിന്റെ കരിഞ്ഞ ഭാഗം കളയാതെ മയണൈസ് ആക്കി വെച്ചിട്ടുണ്ട്. കൂട്ടിക്കഴിക്കാം, ആരോഗ്യത്തിന് മികച്ചത്. അങ്ങനെ ഭക്ഷണം റെഡിയായി കരിങ്കല്ലി പെറുക്കി വെച്ചിട്ട് ഷെഫ് അതിഥികളെ വിളിക്കും. വരൂ, വന്ന് കഴിച്ചു നോക്കൂ. ആർക്കാണോ വിശപ്പധികം അയാളാണ് എപ്പോഴും ഭക്ഷണത്തിൽ വിജയിക്കുന്നത്. വിശപ്പുള്ള ആള് തന്നെ കഴിച്ചു നോക്കൂ. അപ്പൊ ആ വീട്ടുടമസ്ഥൻ ഞാൻ തന്നെ കഴിക്കാന്ന് പറഞ്ഞ് ഒരു പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അയാൾക്ക് കഴിപ്പ് നിർത്താൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റാ. ഒരു പ്രാന്തനെ പോലെ ആ കരിപുരണ്ട മീൻ അയാൾ കടിച്ചു വലിച്ച് കഴിക്കാൻ തുടങ്ങും. ഇത് കണ്ട് അഭിമാനിയായിട്ട് നിൽക്കുകയാണ് ഷെഫ്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഏതോ ഒരു തട്ടുകട. അവിടെ ഒരു പെൺകുട്ടിയാണ് പാചകക്കാരി. അത്യാവശ്യം തിരക്കുണ്ട് തട്ടുകടയിൽ. ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് അവിടെ സപ്ലയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് ഇവരുടെ കുടുംബ കടയാണ്. അവളുടെ ഭക്ഷണം നല്ല രുചിയായതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അവൾക്ക് കസ്റ്റമേഴ്സ് ആയിട്ട്. അച്ഛൻ കൂടാതെ ഒരു അനിയൻ, പിന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കളിക്കൂട്ടുകാരൻ. ഇതാണ് അവളുടെ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ കടയിലേക്ക് പുതുതായി കഴിക്കാൻ വന്ന ഒരു പയ്യൻ അവളുടെ ഭക്ഷണത്തിന്റെ പ്രത്യേക രുചി മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയ പയ്യൻ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കാർഡായ ഹങ്കർ എന്ന കാർഡ് ഇവൾക്ക് കൊടുത്തിട്ട് പോകും. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറയും. പെണ്ണിന് ആദ്യമൊന്നും മനസ്സിലാവില്ല, എന്നാൽ അത് അവള് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞന്ന് വൈകുന്നേരം നമ്മുടെ പാചകക്കാരി പെൺകുട്ടി, അവളാണ് നായിക. അവളുടെ കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട്, കൂടെ പഠിച്ച പെൺകുട്ടികൾ. അവർക്കൊന്നും നേരെ ചൊവ്വേ ജോലിയില്ല. എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ലൈഫിൽ സെറ്റിലാവാൻ വേണ്ടി പല വഴികൾ പരിശ്രമിക്കുന്നുണ്ട്. എല്ലാം പരാജയം തന്നെ. ഈ കഥകൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹീറോയിൻ അവൾക്ക് ഏതോ ഒരു മനുഷ്യൻ കൊടുത്ത ആ കാർഡ് കാണിച്ചിട്ട്, എടി കഴിക്കാമെന്നൊരാള് ഈ കാർഡ് എനിക്ക് തന്നു, താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കും. ഈ കാർഡ് കണ്ട കൂട്ടുകാരി, ഹങ്ങറിനെ കുറിച്ച് നിനക്കറിയില്ലേ? ഷെഫ് പോളിന്റെ ഡൈനിങ് ആണത്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രശസ്തി നേടിയ ഷെഫാണ് അദ്ദേഹം. അങ്ങേരെ വിരുന്നിന് വേണ്ടി വലിയ വലിയ സെലിബ്രിറ്റികൾ വരെ കാത്തിരിക്കുക. അങ്ങനെ ഒരാളുടെ കമ്പനിയിലേക്ക് നിന്നെ വിളിക്കണമെങ്കിൽ അത് നിന്റെ ഭാഗ്യ. നീ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് കൂട്ടുകാരി പറയും. ഇത് കേട്ട ഹീറോയിന് കൗതുകമായി. അവള് വൈകിട്ട് വന്ന് ഈ ഷെഫ് പോളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വലിയ വലിയ സെലിബ്രിറ്റികളോടൊപ്പം ഇയാളുടെ ഫോട്ടോ പങ്കുവെച്ചായിട്ട് കാണും. ആ സെലിബ്രിറ്റികളെല്ലാം തന്നെ ഇയാളെ വാഴ്ത്തി പാടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഇന്റർവ്യൂവർ ഈ ഷെഫിനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ഓർഡിനറി പേഴ്സൺ ആയിരിക്കാനാണോ അതോ സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കാനാണോ ആഗ്രഹിക്കുന്നതെന്ന്. ഷെഫ് പറയും, എനിക്ക് സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കാനാണ് ആഗ്രഹം. ഇത് കണ്ട് നമ്മുടെ പെണ്ണിനും താനൊരു സാധാരണക്കാരിയല്ല, തനിക്കൊരു സ്പെഷ്യൽ പേഴ്സൺ ആവണം, ഒരു മികച്ച കുക്കാവണം, അറിയപ്പെടുന്ന പെണ്ണാകണം എന്ന ആഗ്രഹം വരുന്നു. പിറ്റേന്ന് തന്നെ തനിക്ക് കാർഡ് തന്ന ആ ചെറുക്കനെ നമ്മുടെ കുട്ടിപ്പെണ്ണ് ചെന്ന് കാണുന്നുണ്ട്. ആ പയ്യൻ ഇവളെ ഷെഫ് പോളിന്റെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അതൊരു വലിയ കെട്ടിടം. ആ കെട്ടിടം കാണുമ്പോൾ തന്നെ ഇവൾക്ക് അതിശയം തോന്നും. അതിനകത്ത് വലിയൊരു കിച്ചണുണ്ട്. അവിടെയാണ് ഈ ഷെഫുമാരെല്ലാം ജോലി ചെയ്യുന്നത്. നമ്മുടെ പെണ്ണ് ചെന്നുടനെ ഒരു 5-6 ഷെഫുമാർ അണിനിരന്ന് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഷെഫ് പോൾ അങ്ങോട്ട് വരുന്നത്. അങ്ങേര് വന്നിട്ട് എത്ര പേരാണ് ഇന്ന് വന്നിരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ പഴയ ഷെഫുമാർ പറയും, പുതിയ 2 ആൾക്കാർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടെന്ന്. ഉടനെ പുതിയതായി വന്ന ഹീറോയിനെ പോലെ തന്നെ വന്നിട്ടുള്ള ഒരു ചെറിയ ഷെഫ് അയാളുടെ പേരും വിവരങ്ങളും ഷെഫ് പോളിനോട് പറയുന്നു. എന്നാൽ അത് കേൾക്കാൻ പോളേട്ടൻ തയ്യാറല്ല. പുള്ളിക്കാരൻ 2 പേരോടും കൂടെ, ഹീറോയിനോടും ആ ചെറുപ്പക്കാരനോടും കൂടെ, ആദ്യമേ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു. വേറൊന്നും പറയുന്നില്ല. ഉടനെ ഈ ചെറിയ മനുഷ്യൻ കുക്കറിൽ നിന്ന് പുതിയ ചോറും വിലപിടിച്ച പലചരക്കൊക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ പെണ്ണാണെങ്കിൽ പഴകിയ ചോറ് തേടിയെടുത്ത് അതിട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അതും അവളുടെ കടയിൽ ചെയ്യുന്ന പോലെ തന്നെ വറച്ചട്ടിയിൽ തീയിട്ട് പഴുപ്പിച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ പൊടിച്ചെറുക്കനാവട്ടെ പാനിനകത്ത് പലതരം സാധനങ്ങളിട്ട് വേവിച്ച് ഭംഗിയുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവളുടേത് നിലത്തുനിന്ന് കോരിയെടുത്തതുപോലത്തെ ഫ്രൈഡ് റൈസ്, അവന്റെ കാണാൻ നല്ല ചന്തമുള്ള ബിരിയാണി കൊണ്ടുവച്ചതുപോലെ ഉള്ള ഫ്രൈഡ് റൈസ്. രണ്ടിന്റെയും വേവ് നോക്കിയിട്ട് ഷെഫ് ചന്തമുള്ളതല്ല, നമ്മുടെ ഹീറോയിന്റെ പെറുക്കി തിന്നുന്ന ഫ്രൈഡ് റൈസ് ആണ് എടുത്ത് മണപ്പിച്ചിട്ട് കഴിച്ചു നോക്കുക. കഴിച്ചു കഴിഞ്ഞതും ഷെഫ് ആ പുതിയ ചെറുക്കനോട് വീട്ടിൽ പോയിക്കോളാൻ പറയും. നീ ഞങ്ങളുടെ കിച്ചൺ ആപ്റ്റല്ല, മോൻ പെട്ടിയും കിടക്കിയെടുത്ത്
എടുത്തിട്ട് വീട്ടിൽ പോയിക്കോ. ആ ചെറുക്ക് സമ്മതിക്കില്ല. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുമെന്ന് ഞാൻ പലരോടും ഉറപ്പ് പറഞ്ഞു. ഞാൻ പോവില്ല, എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കുക. ഷെഫ് ചെള്ളയ്ക്കൊന്നും കൊടുത്തിട്ട് മേലി ഇവിടെ കണ്ടുപോരെന്നും പറഞ്ഞ് അവൻ ഇറക്കി വിടും. അത് കഴിഞ്ഞ് നമ്മുടെ പെണ്ണിനോട് നിനക്കറിയാം പഴകിയ ചോറ് കൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന്. അവൾ അതെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാന്ന് പറയും. അപ്പൊ ഷെഫ് പോൾ, നീ എന്തുകൊണ്ടാണ് എന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും, എനിക്കൊരു സ്പെഷ്യൽ പേഴ്സൺ ആവണമെന്ന്. അത് കേട്ട് പോൾ ചിരിക്കുകയാണ്. ആ ചിരിയിൽ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷെഫ്, നിന്റെ ഈ വൃത്തികെട്ട മണം വെച്ച് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, കുളിച്ച് വൃത്തിയായി ഷെഫിന്റെ യൂണിഫോം ധരിച്ചിട്ട് വായോന്ന് പറയും. നമ്മുടെ പെണ്ണ് സന്തോഷത്തോടെ ചെന്ന് കുളിച്ചിട്ട് അവളുടെ മണമൊക്കെ മാറ്റി ഷെഫ് യൂണിഫോമും ധരിച്ച് കിച്ചണിലേക്ക് വരും. ഇവളെ വിളിച്ചോണ്ട് വന്ന ആ സുമുഖൻ ചെറുപ്പക്കാരൻ അത് കഴിഞ്ഞ് ഇവളുടെ ജോലി എന്താണ്, അവരുടെ കിച്ചന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ഷെഫ് പോളിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 7 പേരാ. അതിൽ മൂത്തൊരു ഷെഫ് ഉണ്ട്, അദ്ദേഹമാണ് സെക്കൻഡ് കമാൻഡ്. അത് കഴിഞ്ഞ് ടാറ്റു അടിച്ച ഒരു ജിമ്മൻ, അയാൾ സൂപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ ഒരു അരിയുന്ന മനുഷ്യനുണ്ട്, പച്ചക്കറികളെല്ലാം അരിഞ്ഞുകൊണ്ടേയിരിക്കും, സംസാരിക്കാൻ അറിയില്ല. നമ്മുടെ സുമുഖനാണെങ്കിൽ ജൂനിയർ സോസ് ഷെഫാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ജൂനിയറാണ്. നിന്നൊരു പക്ഷേ ഫ്രൈ ഷെഫ് ആക്കാനായിരിക്കും ചീഫ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാ സുമുഖം പറയും. വറക്കാനും പൊരിക്കാനുള്ള സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ പെണ്ണാവാൻ പോകുന്നു. അത് കഴിഞ്ഞ് പോളേട്ടൻ വരുന്നു. നാളെ ഒരു വലിയ വീട്ടിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. റിട്ടയേർഡ് ജനറലാണ് അദ്ദേഹം. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ നാളെ പാചകം ചെയ്യാൻ പോകുന്നതെന്ന് ഷെഫ് പറയും. എന്നിട്ട് നാളത്തെ ഫുഡിന്റെ മെനു കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കഴിഞ്ഞിട്ട് ഹീറോയിനോട് പറയും, നീ നാളെ ബീഫ് ടെൻഡർ പീസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം, അതാണ് നിന്റെ ജോലി. അത് നമ്മുടെ മെനുവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷെഫ് വലിയൊരു ബീഫിന്റെ പീസ് എടുത്ത് അതൊരു ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യും. അതാണ് ഫ്രൈ ചെയ്യേണ്ടത്. ആദ്യം വന്ന് ആ പീസ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പെൺകുട്ടീനെ വിളിക്കുക. അവൾ ചെന്ന് ഈ വലിയ ബീഫ് പീസിനെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവളെ കൊണ്ട് കഴിയുന്നില്ല. ഇറച്ചി തോന്നിയ ഭാഗത്ത് ചെതറിപ്പോവാ. ഇയാൾ വീണ്ടും വീണ്ടും നിബന്ധനകൾ പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ തുടങ്ങും. നേരെ ചൊവ്വെ കട്ട് ചെയ്യാൻ പോലും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ പണിക്ക് വന്ന് ഇറങ്ങി പൊക്കൂടെ? ഇതിന്റെ വില എന്താന്ന് നിനക്കറിയോ? ഇങ്ങനെ നശിപ്പിക്കാനുള്ളതാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. കുറെ അധികം പീസുകൾ കട്ട് ചെയ്യാൻ ശ്രമിച്ച് നാശമായിട്ട് പോയി. ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഫ്രൈ ചെയ്തെങ്കിലും കാണിക്കുന്നും പറഞ്ഞ് ഇങ്ങേര് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസിനെ ഷെഫ് അവളോട് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പറയും. ഇവള് പേടിച്ച് ഫ്രൈ ചെയ്യുന്നു. വളരെ ചെറിയ നേർത്ത പീസാണത്. കെയർഫുള്ളായിട്ട് ഫ്രൈ ആണ്. അത് അവൾക്ക് അറിഞ്ഞൂടാ. ഒന്നില്ലെങ്കിൽ അധികം വെന്തു പോകുന്നു, കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വേവില്ലാതെ നശിച്ചു പോവാ. വീണ്ടും അവൾ ശ്രമിക്കുന്നുണ്ട്. അവസാനം അവൾക്ക് പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഷെഫ്, നീ നിന്റെ പെട്ടിക്കിടക്കാണ് ചേർന്നത്, അല്ലാതെ സ്പെഷ്യൽ ആവാനുള്ള എബിലിറ്റീസ് ഒന്നും നിനക്കില്ല. വെറുതെ മോഹം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഷെഫ് ആവാൻ കഴിയില്ല. നിനക്കതിനുള്ള കഴിവില്ല, ഇറങ്ങിപ്പോയിക്കോ. ഇങ്ങനെയുള്ളവർ ഞങ്ങൾക്ക് വേണ്ട. ഷെഫ് ദേഷ്യത്തോടെ ബാക്കിയുള്ളവരോട് പറയും, ഇവളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ മെനു ഫ്രൈ ആയിട്ട് എടുത്ത് മാറ്റിയേക്ക്, നമുക്ക് വേറെ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അങ്ങേരെ ഇറങ്ങിപ്പോവും. നമ്മുടെ പെണ്ണ് സങ്കടത്തോടെ ബാഗും തൂക്കി ഇറങ്ങിപ്പോവാ. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല, പോവാൻ കഴിയുന്നില്ല. തന്നെ ഒരു കഴിവില്ലാത്തവളായിട്ട് അയാൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞില്ലേ, അത് അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. താനത് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയായി പെണ്ണിന്. അതുകൊണ്ട് അവൾ തിരിച്ചു പോകാതെ വീണ്ടും കിച്ചണിലേക്ക് വന്ന് ബീഫിന്റെ പീസ് കട്ട് ചെയ്ത് അയാൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങും. നടക്കുന്നില്ല. ഓരോ തവണയും ഈ ബീഫ് പീസ് കരിഞ്ഞ് നാശമായിട്ട് പോവാ. അവൾ ശ്രമം നിർത്തുന്നില്ല. ബാക്കി എല്ലാ ഷെഫുമാരും വീട്ടിലേക്ക് പോയെങ്കിലും ഇവള് പോകാതെ അന്ന് രാത്രി മുഴുവൻ ഈ ബീഫ് സ്ലൈസ് ഫ്രൈ ചെയ്യാനുള്ള ശ്രമമാണ്. പിറ്റേന്ന് രാവിലെ നമ്മുടെ ഷെഫുമാരൊക്കെ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോണ്ട് പെണ്ണ് വീട്ടിൽ പോയിട്ടില്ല, അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് പോളേട്ടൻ വരുന്നത്. ഇവളൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് ഒരു ചെറിയ ബീഫ് സ്ലൈസ് എടുത്ത് ഫ്രൈ പാനിലിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അത് തിരിച്ചും മറച്ചുവിട്ട് ഫ്രൈ ചെയ്ത് ഷെഫിന്റെ മുന്നിലേക്ക് നീട്ടി വെച്ചു കൊടുക്കും. ഷെഫ് ഒരു പീസ് എടുത്ത് കഴിക്കുന്നു. എന്നിട്ട് പെണ്ണിനോടൊന്നും മിണ്ടാതെ എല്ലാവരും ഇനി എന്തിനു വേണ്ടി കാത്തിരിക്കുക, പുറപ്പെടുകയെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് ഇറങ്ങാൻ പറയും. സോ അയാൾ അംഗീകരിച്ചു. അവളെ ഫുഡ് വെറുത്താണെന്നുള്ളത് അയാൾ അംഗീകരിച്ചു. പക്ഷെ പെണ്ണിന് കിട്ടിയ സമ്മാനാണെങ്കിൽ കൈ മൊത്തം എണ്ണ വീണ് പൊള്ളലേറ്റിരിക്കുക. എന്നാൽ അവൾക്ക് സന്തോഷമായി. തന്റെ കഴിവ് അവൾ തെളിയിച്ചല്ലോ. അത് കഴിഞ്ഞ് ഈ ഇവന്റാണ് കാണിക്കുന്നത്. വലിയ പൈസക്കാരൊക്കെ ഉള്ള ഒരു ഇവന്റ്. അവിടെ അവർക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഇവർ പാചകം ചെയ്ത് കൊടുക്കേണ്ടത്. ഷെഫുമാരൊക്കെ കിച്ചൺ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ പോളേട്ടന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നു. ഇത് കണ്ടിട്ട് ഹീറോയിൻ ആ സുമുഖനോട് ചോദിക്കും, അതാരാണെന്ന്. സുമുഖം പറയും, അയാൾ ഒരു ബിസിനസ്സുകാരനാ, ഒരുപാട് റെസ്റ്റോറന്റുകളുണ്ട്. പുള്ളിക്കാരൻ അയാളുടെ ഹോട്ടലിൽ ജോലി ചെയ്യാൻ ഷെഫിനെ ക്ഷണിച്ചു. എന്നാൽ ഷെഫ് അത് സമ്മതിച്ചില്ല, നിരസിച്ചു. അതുകൊണ്ട് രണ്ടുപേർക്കും തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. ഷെഫിന് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്ന് സുമുഖം പറയും. കാരണം ഷെഫ് എത്ര നല്ല രീതിയിൽ പാചകം ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് ഒരുപക്ഷെ അയാളായിരിക്കും. അതുകൊണ്ടാണ് ഷെഫ് അങ്ങോട്ട് പോകാത്തത്. ഇത് കഴിയുമ്പോൾ ജനറൽ, അതായത് ഇവന്റ് ഓർഗനൈസ് ചെയ്ത അതിന്റെ മുതലാളി വരുന്നു. അങ്ങേർക്ക് മുന്നിൽ വെച്ചിട്ടാണ് ഇവർ പാചകം ചെയ്യേണ്ടത്. നമ്മുടെ ഷെഫ് പോൾ ഒരു ബീഫിന്റെ പീസ് എടുത്ത് വെച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ് ഞങ്ങൾ തരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയിനെ മുന്നോട്ട് വിളിക്കും. ഹീറോയിൻ പേടിച്ച് മുന്നോട്ട് വന്നിട്ട് എണ്ണച്ചട്ടി ബീഫിന്റെ പീസ് എടുത്തിട്ട് ഇവർക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കറക്കി തിരിച്ചൊരു സെക്കൻഡ് കൊണ്ട് ഫ്രൈ ആക്കി പ്ലേറ്റിലേക്ക് ഇടുകയാണ്. ഇത് കണ്ടു നിന്നവരെല്ലാം അതിശയിച്ച് കൈയടിക്കാൻ തുടങ്ങും. അത് കാണുമ്പോൾ പെണ്ണിന് സന്തോഷമായി. തനിക്ക് ആദ്യമായിട്ട് കിട്ടിയ അനുമോദനം. എന്നാൽ ഇവളുടെ സന്തോഷം ഷെഫിന് അത്ര
ഇഷ്ടപ്പെടുന്നില്ല. ഷെഫ് അവളോട് മാറാൻ പറഞ്ഞിട്ട് ഈ ഫുഡൊക്കെ എടുത്തു വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. കഴിക്കുന്നവരെല്ലാം ആക്രാന്തത്തോടെ വലിച്ചു മാറി കഴിക്കാൻ തുടങ്ങും. അവർക്ക് ഈ ഫുഡ് ഒരുപാട് ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവരെല്ലാം നമ്മുടെ ഷെഫ് പോളിനെ അനുമോദിക്കുന്നു. ഈ സമയത്ത് ആ ബിസിനസ്സുകാരനില്ലേ, അയാൾ വന്ന് ഹീറോയിനെ കണ്ട് നിങ്ങളുടെ പാചകം അതിഗംഭീരമായിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനൊരു കാർഡ് കൊടുത്തിട്ട് പോകും. അങ്ങനെ ആ ഇവന്റ് കഴിഞ്ഞു. ഇപ്പോൾ പഴയപടി നമ്മുടെ പെണ്ണ് അവളെ ഹോട്ടലിൽ വന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും ഇവന്റുകൾ ഉണ്ടെങ്കിൽ ഇവൾക്ക് പോവേണ്ട ആവശ്യമുള്ളൂ. പുള്ളിക്കാരൻ പ്രത്യേകമായിട്ട് ആൾക്കാരുടെ ക്ഷണത്തിനാണ് പോയി പാചകം ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ റെസ്റ്റോറൻ്റ് ഒന്നും നടത്തുന്നില്ല. സോ ഇനി അടുത്ത വിളിക്ക് പോയാൽ മതി. ഇപ്പം നമ്മുടെ പെണ്ണിന് ഒരുപാട് സന്തോഷമായി. അവൾ കാര്യമായിട്ട് വലിയൊരാളുടെ കൂടെയല്ലേ ജോലി ചെയ്യുന്നു, അനുമോദനങ്ങൾ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് ഈ ഭക്ഷണം കാണാനൊരു ചന്തമില്ല, നല്ലൊരു മണമില്ല എന്ന് പറഞ്ഞ് അവൾ കുറ്റപ്പെടുത്തുക. അപ്പോൾ കൂട്ടുകാരൻ പറയും, കുറച്ച് വലിയ ആൾക്കാർക്ക് വേണ്ടി പാചകം ചെയ്ത ഉടനെ നീ ഭക്ഷണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് തന്നെ മറന്നുപോയി. ഞാൻ ജീവിക്കാൻ വേണ്ടിയ ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. ഫാൻസി ഫുഡ് കഴിക്കുന്നവർക്ക് അതൊരു ആഡംബരം മാത്രമാണ്, അല്ലാതെ വിശപ്പിന് കഴിക്കുന്നതല്ല. നീ അത് മറക്കണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുമുഖൻ പെണ്ണിനെ വിളിക്കുന്നത്. അടുത്ത പാചകത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഇവർ തന്നെ നേരിട്ട് ചെന്ന് വാങ്ങിക്കണം. അത് ഇവരുടെ ഭക്ഷണത്തിലുള്ള മറ്റൊരു സവിശേഷതയാണ്. ഫുഡ് നന്നാവണമെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസും നന്നാവണം, ഫ്രഷ് ആയിരിക്കണം. സുമുഖനാണ് ഇത് ചെന്ന് വാങ്ങിക്കുക. ഇപ്രാവശ്യം പോകുമ്പോൾ കൂടെ തന്നെ നമ്മുടെ പെണ്ണിനെയും കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സാധനങ്ങളും ഫ്രഷായി നേരിട്ട് വാങ്ങിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം. അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പാചകത്തിൽ തനിക്ക് ജോലിയൊന്നുമില്ല എന്നറിയുമ്പോൾ ഹീറോയിൻ ചെന്ന് ഷെഫിനോട് ചോദിക്കുകയാണ്, ഷെഫ്, എനിക്ക് നിങ്ങൾ ജോലിയൊന്നും തന്നിട്ടില്ല, ശരിക്കും എനിക്കെന്താണ് റോള്? ഞാനും ഒരു ജൂനിയർ ഷെഫ് ആവണ്ടല്ലേ, എന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ എന്തിനാ ഇവിടെ വെറുതെ നിൽക്കണേന്ന് അവൾ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ പോളേട്ടൻ, നിനക്കൊരു ജൂനിയർ ഷെഫ് ആവാനുള്ള കഴിവുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പൊരിക്കാനും വറക്കാനും അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിനക്കറിയോ? അറിയുമെങ്കിൽ കാണിക്കേ. ദാ പാണ്ഡേച്ചേട്ടൻ 6 വർഷമായി പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുക. അത് അരിയാനുള്ള കഴിവെങ്കിലും ഉണ്ടോന്ന് കാണിക്കേ. അയാളെപ്പോലെ അരിഞ്ഞു കാണിക്കേ, ഞാൻ നിനക്ക് ജോലി തരാമെന്ന് പറയും. അപ്പൊ ഇവള് ചെന്ന് ഇവളെ കടയിൽ അരിയുന്നത് പോലെ കത്തിയെടുത്ത് മുട്ടക്കോസ് അരിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വേഗത പോരാ, ഇനിയും വേഗത്തിൽ. ഒരു അരിയലുകാരിയുടെ വേഗത നിനക്കായിട്ടില്ല, ഇനിയും വേഗത്തിൽ. ഇത് കേൾക്കെ പെണ്ണ് വേഗത കൂട്ടി അവസാനം അവളുടെ കൈ വെട്ടുന്നവരായിരിക്കും. ഇത് കാണുമ്പോൾ ഷെഫ് പറയും, പൊരിക്കാനും വറക്കാനും അല്ലാതെ നിനക്ക് മറ്റൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ കിച്ചണിൽ നിനക്ക് പ്രത്യേകം പ്രിവിലേജ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നീ ഒരു പൊരിക്കലുകാരി മാത്രമാണ്, അവിടെ നിൽക്കാൻ പഠിക്കുക. ഇതും പറഞ്ഞ് ഷെഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അത് കഴിയുമ്പോൾ ഇവർ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഒരു 2-3 പണക്കാരൻ പയ്യന്മാരുടെ പ്രൈവറ്റ് പാർട്ടിയാണത്. അവിടെയുള്ളവർ ഷെഫ് പോളിനെ മാത്രം അനുമോദിക്കുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ഷെഫുമാർ പറയും, നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ക്രൂവിൽപ്പെട്ട ആൾക്കാരാണ്, നമ്മളും കൂടെ ചേർന്നിട്ടാണ് പാചകം ചെയ്യുന്നത്. എന്നാലും പേര് മൊത്തം അങ്ങേർക്കാണ് കിട്ടുന്നത്. എല്ലാ പ്രിവിലേജും പുള്ളിക്കാരന് തന്നെ. പിന്നെ എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? ഇങ്ങേരെ കൂടത്തിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാൻ പോണെന്ന് ചോദിക്കും. അപ്പൊ ഇവരെ കൂടത്തിലുള്ള ആ മൂത്ത ഷെഫ്, ആ ഡാഡി പറയാണ്, എന്നാണോ നിങ്ങൾക്ക് സ്വന്തമായി ഒരു മെനു ഉണ്ടാക്കാൻ കഴിയുന്നത്, അന്നേ നിങ്ങൾക്ക് പേര് ലഭിക്കുകയുള്ളൂ, അന്നേ നിങ്ങളെ ലോകം അംഗീകരിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങളെല്ലാവരും ഒരാളുടെ തണലിൽ ജീവിക്കുന്നവരാ, ഇൻവിസിബിളാ, നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. ഈ പറയുന്നത് ഹീറോയിൻ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പെണ്ണ്, അച്ഛൻ അവള് ഷെഫ് പോളിന്റെ കിച്ചണിൽ നിന്ന് പഠിച്ചൊരു വിഭവം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഒരു പോർക്ക് ഫ്രൈ. അത് അച്ഛൻ കഴിച്ചു നോക്കും, കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് പറയും. അതിനൊപ്പം തന്നെ ഒരു കോഫിയും കൂടെ ഇവർ കൊടുക്കുന്നുണ്ട് അച്ഛന്. ഈ പോർക്ക് ചോപ്പിന്റെയും കോഫിയുടെയും കോംബോയ്ക്ക് നല്ല റേറ്റാണ് കടയിൽ. ആ സാധനമാണ് അച്ഛൻ കഴിക്കണേന്ന് ഹീറോയിൻ പറയും. എന്നാൽ ഇത് കഴിച്ചു നോക്കിയ അച്ഛൻ, എനിക്കെന്തോ ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ചേർന്നല്ല ഇത്, ഇതിനാണോ ഇത്ര വില? അതിന് മാത്രം രസമൊന്നുമില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് സ്പെഷ്യലായത്? രുചിയുള്ളത് കൊണ്ടല്ല, വിലയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സ്പെഷ്യലാവുന്നത്. അമിത വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് ഇത് സ്പെഷ്യലാണെന്ന് എല്ലാവരും ധരിക്കുന്നു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം അച്ഛൻ. എന്റെ മക്കൾക്ക് ഞാൻ ക്രൈ ബേബി നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ, അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവെന്ന് പറഞ്ഞ് അച്ഛൻ ചെന്ന് ക്രൈ ബേബി നൂഡിൽസ് എന്ന് പറഞ്ഞൊരു വിഭവം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കരയുന്ന കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവം. താൻ ആ വില കൂടിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അനിയത്തിക്കോ കൂട്ടുകാരനോ ഇഷ്ടപ്പെട്ടില്ല. അച്ഛന്റെ സാധാരണ ഭക്ഷണമാണ് ഇവരിഷ്ടപ്പെടുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ പെണ്ണിന് സംശയം, താൻ ശരിയായ പാതയിൽ തന്നെയാണോ പോകുന്നത്? എന്തായാലും ഇത് കഴിഞ്ഞ് പെണ്ണ് നമ്മുടെ സുമുഖനെ ചെന്ന് കാണുന്നുണ്ട്. ഇവൾക്ക് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് അവനോട്. രണ്ടുപേരും കൂടെ ചേർന്ന് പലതരം പാചകങ്ങളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നു. അവൻ അറിയാവുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കും. ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പെണ്ണും പറഞ്ഞു കൊടുക്കും. അങ്ങനെ തമ്മി പറഞ്ഞു കൊടുത്ത് രണ്ടും കൂടെ ഉമ്മയും വെച്ച് ലബ്ബായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ഫ്രൈ ചെയ്യുന്നതല്ലാതെ മറ്റു പല വിഭവങ്ങളും നമ്മുടെ കുട്ടി പഠിക്കുന്നുണ്ട്. അതിലൊരെണ്ണം അവൾ മൂത്ത സെക്കൻഡ് ഷെഫിന് കൊടുത്തിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അങ്ങേര് പറയും, അതിലെ ഫാറ്റ് നേരെ ബേൺ ആയിട്ടില്ല, ഉള്ളിലെ ജ്യൂസ് എല്ലാം വറ്റിപ്പോയി, അതുകൊണ്ട് ടേസ്റ്റ് പോരാ, നീ കുറച്ചുകൂടെ പഠിക്കണം, ഇനിയും ആയിട്ടില്ല എന്നായിരിക്കും പുള്ളിയുടെ അഭിപ്രായം. അതുകൊണ്ട് പെണ്ണ് വിഷമിച്ചിരിക്കുക.
ഈ നേരത്ത് നമ്മുടെ സൂപ്പ് ഉണ്ടാക്കുന്ന ചേട്ടൻ ഒരു സിഗരറ്റും വലിച്ച് സ്റ്റൈല് കാണിച്ചിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത്. ആ സമയത്തായിരിക്കും പോളേട്ടനകത്ത് വരുന്നത്. അങ്ങേർക്ക് കിച്ചണിനകത്ത് ഇമാതിരി സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, വേറെന്തെങ്കിലും കാണിക്കുക എന്നുള്ള പരിപാടികൾ ഇഷ്ടമല്ല. പോളേട്ടൻ വന്നിട്ട് ഇവനെ ചീത്തയൊന്നും പറയില്ല. സിഗരറ്റ് വായി തന്നെ വെച്ചോന്ന് പറഞ്ഞ് അവന്റെ തലയെ പിടിച്ച് അവൻ ഉണ്ടാക്കുന്ന സൂപ്പിനകത്ത് ആ സിഗരറ്റ് തട്ടിയിട്ടിട്ട് ആ സൂപ്പ് കുഴച്ച് അത് അവനെ കൊണ്ടുതന്നെ തീറ്റിച്ചിട്ട്, ഇതുപോലുള്ള സൂപ്പ് എന്റെ കസ്റ്റമർ കഴിക്കാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയൊരു നിമിഷം ഞാൻ നിന്നെ എന്റെ കിച്ചണിൽ വെച്ചേക്കില്ല, ഇറങ്ങി പൊക്കോണെന്ന് പറഞ്ഞ് മിരട്ടും. അവൻ സോറിയും പറഞ്ഞ് വീണ്ടും ജോലി തുടരുന്നു. അത് കഴിയുമ്പോൾ ഷെഫ് ഈ കിച്ചണിൽ ഇത്രയും നാളില്ലാത്തൊരു സംഭവം നടന്നു. ഒരു വലിയ ബീഫിന്റെ കഷ്ണം, ഒരു പൗണ്ട്, അതാരോ കട്ടെടുത്തു. നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ കട്ടെടുത്തിട്ടുണ്ട്. അതാരാണെന്ന് ഇപ്പൊ മുന്നോട്ട് വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. അതാരാണെന്ന് മുന്നോട്ട് വന്ന് പറയാൻ പറയും. അപ്പൊ അതിലെ ഒരു ഷെഫ്, പഴയൊരു ഷെഫ്, അങ്ങേര് കൈ പൊക്കിയിട്ട് എടുത്തത് ഞാനാണെന്ന് പറയും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണവും നല്ല സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കണം, വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാനും മോഹിക്കില്ലേ? എനിക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ. ഞാനാ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആരും അറിയാതെ അതെടുക്കേണ്ടി വന്നത്. ഇത് കേൾക്കുന്ന ഷെഫ് പോള് പറയും, നിനക്കങ്ങനെ നല്ല ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാശ് കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിക്ക്. നീ സമ്പാദിച്ച് വലിയ ആളാവുക. അത് കഴിഞ്ഞ് പണം തന്നെ എന്നെ വിളിക്ക്. ഞാൻ വന്ന് നിനക്ക് ഉണ്ടാക്കി തരാം. അല്ലാതെ കയ്യിൽ ചില്ലി കാശില്ലാതെ ഇമാതിരി സാധനങ്ങൾ കഴിക്കണമെന്ന് നീ ആഗ്രഹിച്ചുകൂടാ. നിനക്കതിന് അർഹതയില്ല. ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല. ഇങ്ങനൊരു കള്ളൻ എന്റെ കിച്ചണിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് പോളേട്ടൻ അയാൾ ഇറക്കി വിടുമ്പോൾ അയാൾ പോളേട്ടനെയും തെറി പറഞ്ഞ് കോട്ടും മുരി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു. എന്നാലും പോളേട്ടനൊരു കൂസലുമില്ല. പുള്ളി തിരികെ വന്ന് നമ്മുടെ ഹീറോയിൻ ഉണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അയാൾ പോയ സ്ഥിതിക്ക് അടുത്ത ലീഡ് ഷെഫ് നമ്മുടെ ഹീറോയിൻ ആണെന്ന് പറയും. നാളെ നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് വർക്കുണ്ട്, എല്ലാവരും എത്രയും പെട്ടെന്ന് റെഡിയാവാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ചെറിയ വില്ല പ്ലോട്ടിലേക്ക് ഇവർ പോകുന്നുണ്ട്. സാധാരണ അങ്ങനെ ചെറിയ ആൾക്കാർക്ക് ഇവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറില്ല. അപ്പൊ ഹീറോയിന് സംശയം, എന്തുകൊണ്ടാണ് ഈ ചെറിയ വീട്ടിലെ ആൾക്ക് പോളേട്ടൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹീറോയിൻ നോക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ പോളേട്ടന് വേണ്ട പണം കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിക്കണമെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. 3 അംഗം മാത്രമുള്ള ചെറിയൊരു വീടാണത്. അമ്മയും അച്ഛനും കൊച്ചുമോളും. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഇവർ വിളമ്പാൻ തുടങ്ങി. അതിലെ സ്റ്റാർട്ടർ കഴിച്ചിട്ട് ആ കുഞ്ഞുമോൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ നന്ദി പറഞ്ഞ് നമ്മുടെ ഹീറോയിനൊരു ചെറിയ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭക്ഷണം വിളമ്പാൻ നേരം പോൾ ഷെഫ് സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചാറിലെ സൂപ്പ് മൊത്തം ഒഴിച്ചു കളയും. എന്നിട്ട് ഇതാരാണ് ഉണ്ടാക്കിയത്, എന്തിനിങ്ങനെ ചെയ്തു എന്ന് പെറുവിറുത്തുകൊണ്ട് ഇങ്ങേര് പോയി പെട്ടെന്ന് തന്നെ പുതിയൊരു സൂപ്പ് ഉണ്ടാക്കി ഈ കുടുംബത്തിന് വിളമ്പുന്നു. അവർക്ക് ആ സൂപ്പും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. ഈ വിരുന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫിനെ എല്ലാം വിളിച്ചു വരുത്തി ചീഫ് ചൂടാവുക. സൂപ്പിനകത്ത് ആരാണ് ചെമ്മീൻ ഇട്ടത്? ആ ചെറിയ കുട്ടിക്ക് ചെമ്മീൻ അലർജിയാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ആരോ ചെയ്താണ്. ആരാണത് ചെയ്ത്? അങ്ങേര് നമ്മുടെ സുമുഖനോട് ചൂടാകുമ്പോൾ സുമുഖം പറയും, എനിക്കറിയാൻ പാടില്ല. മൂത്ത ആശാരിയാണ് ആ വീട്ടിലേക്കുള്ള സ്റ്റോക്കൊക്കെ എടുത്ത് അതിൽ ചെമ്മീൻ വന്ന കാര്യം എനിക്കറിയില്ല. ഇത് കേട്ട ഷെഫ് പോള് ആ മൂത്ത ചേട്ടൻ ഷെഫിനോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് വാൺ ചെയ്താണ് ആ കുട്ടിക്ക് അലർജി ഉണ്ടെന്ന്. അതറിഞ്ഞിട്ടും താനിത് ചെയ്തു. സൂപ്പിൽ ചെമ്മീൻ കലർത്തിയത് താനാണ്, അതെനിക്കറിയാം. എന്തിനു താൻ ഇങ്ങനെ ചെയ്തു? തനിക്ക് അസൂയാണല്ലേ? പുതുതായി വന്ന ചെറിയ പിള്ളേർ തന്നെക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യുന്നു, അതിനുള്ള അസൂയ. ഞാൻ പേരെടുക്കുന്നതിനുള്ള അസൂയ. തന്തക്കിളവനായിട്ടും നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് തനിക്ക്. തനിക്കൊരിക്കലും നല്ലൊരു പാചകക്കാരനാവാൻ കഴിയില്ല. കഴിവില്ലാത്ത തന്തേ, താൻ എന്റെ പേര് നശിപ്പിക്കാൻ നോക്കുന്നോടാ. ഇനി ഒരു കിച്ചണിലും താൻ പ്രവേശിക്കില്ല. മരണം വരെ നിന്നെ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് ഷെഫ് അയാളുടെ മുടി പിടിച്ച് കൊലുക്കുമ്പോൾ ഈ ഡാഡി ഷെഫ് അത്രയും നാൾ കരുതിയിരുന്ന ദേഷ്യം മുഴുവൻ കത്തിയെടുത്ത് നമ്മുടെ പോളേട്ടന്റെ വയറ്റി കുത്തി തീർക്കും. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ഷെഫ് ആ കുത്തുകൊണ്ട് നിലത്ത് വീഴുന്നു. ബാക്കിയുള്ള സ്റ്റാഫുമാര് ഷെഫിനെ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് അങ്ങേരെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. ഇത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ വീട്ടിൽ വെച്ച് പുതിയൊരു വിഭവം ഉണ്ടാക്കി ഷെഫിനെ ആശുപത്രിയിൽ ചെന്ന് കാണുന്നു. ഷെഫ് ആശുപത്രിയിലെ ഫുഡ് കഴിക്കുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവള് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെന്ത് ഫുഡാണെന്ന് ഷെഫ് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇത് ക്രൈ ബേബി നൂഡിൽസാ. എന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാതെ കരയുമായിരുന്നു. അപ്പൊ അച്ഛൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ പല വിഭവങ്ങളും ട്രൈ ചെയ്തു. അതിലൊരെണ്ണാണ് ഈ നൂഡിൽസ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഉണ്ടാക്കി കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. അച്ഛൻ ഈ ഡിഷ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഇതിന്റെ പേര് ക്രൈ ബേബി നൂഡിൽസ് എന്നാണ്. സ്നേഹം കൂടെ കലർത്തിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചു നോക്കൂ. പോളേട്ടൻ ഇതും കേട്ട് ആ നൂഡിൽസ് എടുത്ത് കഴിച്ചു നോക്കുകയാണ്. കഴിച്ച ഉടനെ അതിലെന്താണ് മിക്സ് ചെയ്തിരിക്കണതെന്ന് കറക്റ്റായിട്ട് പുള്ളിക്ക് പറയാൻ കഴിഞ്ഞു. ഇവള് ഷോക്കായി പോവും. ഒരു ബൈറ്റിൽ നിങ്ങൾ അതിന്റെ റെസിപ്പി മുഴുവൻ മനസ്സിലാക്കിയല്ലോ. ഇത് കേട്ട് പോളേട്ടൻ പറയും, സ്നേഹത്തിനും ഫുഡിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതെല്ലാം റെസിപ്പി മാത്രമാണ്. നീ ഒരു നല്ല ഷെഫ് ആവണമെങ്കിൽ അതാദ്യം പഠിക്കണം. അപ്പൊ ഹീറോയിൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഷെഫ് ആവാനുള്ള കാരണം എന്താ? സ്നേഹമല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മോട്ടീവ്? പോൾ ഷെഫ് പറയും, ഒരു ജാറ് കാവിയാർ, അതായിരുന്നു എന്റെ മോട്ടീവ്.